സാർ 3 ഇന്ത്യക്കാരെ ഇറാനിൽ റാഞ്ചി, എന്തെങ്കിലും സംഭവം ഉണ്ടാവില്ലേ ഇതിന് പിന്നിൽ? അതെ, ഇത് മെയ് 1-ാം തീയതി പോയ 3 ഇന്ത്യക്കാരെയാണ് റാഞ്ചിയിരിക്കുന്നത്. ഇവർ പഞ്ചാബിലെ നിന്നുള്ള ഏതാണ്ട് ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ്, കുടുംബ ബന്ധം ഒക്കെ ഉള്ള ആളുകളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ടെഹ്റാനിൽ, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് റാഞ്ചി എന്നുള്ളതാണ് വിവരം. ഇവരുടെ വീഡിയോകളൊക്കെ റാഞ്ചിയ ശേഷം കുടുംബാംഗങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം റാഞ്ചിയ വരെ 1 കോടി രൂപ ബന്ദിപ്പണം റാൻസം ചോദിച്ചു, വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് കുടുംബാംഗങ്ങളോട് റാഞ്ചപ്പെട്ട 3 പേര് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് മെയ് 11-ന് ശേഷം അങ്ങനെ സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പം മെയ് 1-ാം തീയതി റാഞ്ചി 10 ദിവസം സംസാരിച്ചു. പിന്നീട് മെയ് 11-ന് ശേഷം ഒരു വിവരമില്ല. ഇപ്പോൾ വിദേശകാര്യ വകുപ്പിൽ പരാതിയുണ്ട്, പോലീസിൽ പരാതിയുണ്ട്. വിദേശകാര്യ വകുപ്പ് ഇറാനെ സമീപിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്, ഇവരെ ട്രേസ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നമ്മുടെ സർക്കാർ ഇറാനിലെ സർക്കാരിനോട്. അപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള 3 പേര് സംഗ്രൂരിൽ നിന്നുള്ള ഹുസൈൻ പ്രീത് സിംഗ്, SBS നഗറിൽ നിന്നുള്ള ജസ്പാൽ സിംഗ്, ഹോഷിയാർപൂരിൽ നിന്നുള്ള അമൃത് പാൽ സിംഗ്. ഇവർ 1-ാം തീയതിയാണ്, മെയ് 1-ാം തീയതിയാണ് ടെഹ്റാനിൽ എത്തിയത്. 3 പേരുടെ കുടുംബങ്ങളും ഇന്ത്യൻ എംബസിയെ സമീപിച്ചിട്ടുണ്ട് ടെഹ്റാനിൽ. ഹോഷിയാർപൂരിൽ നിന്നുള്ള ഒരു ഏജൻറ്റ്, ട്രാവൽ ഏജൻറ്റ് ഇവരെ കടത്തി എന്നാണ് പറയുന്നത്. ആ ട്രാവൽ ഏജൻറ്റ് ഇപ്പോൾ ഒളിവിലാണ്. അയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ദുബായ് ഇറാൻ വഴി ഓസ്ട്രേലിയയിൽ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് കാശ് മേടിച്ചിട്ട് കൊണ്ടുപോയതാണ്. ടെഹ്റാൻ അപ്പോൾ ഒരു ഇടത്താവളമാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് നേരിട്ട് കടത്താവുന്ന രേഖകളൊന്നും ഇവരുടെ കയ്യിലില്ല എന്നർത്ഥം. അപ്പോൾ അല്ലാതെ അതിർത്തി വഴിയൊക്കെ ഇറാൻ ഇടത്താവളമാക്കിയിട്ട് അങ്ങോട്ട് കടത്തുക എന്നുള്ള പരിപാടി ആയിരുന്നു ഇതിൻ്റെ അകത്ത്. 1 കോടി രൂപ ബന്ദിപ്പണം ചോദിച്ചതായിട്ട് ഈ പരാതികളിൽ പറയുന്നുണ്ട്. അവിടെ എത്തി മെയ് 1-ാം തീയതി ടെഹ്റാനിൽ എത്തിയ ഉടനെ തന്നെ ചിലർ റാഞ്ചി കൊണ്ടുപോയി എന്നാണ് വീഡിയോകളിലൊക്കെ കുടുംബത്തിനോട് സംസാരിച്ച് ഈ 3 പേരും പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഈ 3 പേരെയും മഞ്ഞ കയറുകൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടിയിരുന്നു. മഞ്ഞക്കയറുകളുണ്ട്. ശരീരത്തിൽ പരിക്കുകളുണ്ടായിരുന്നു 3 പേരുടെയും. പീഡിപ്പിച്ചതിൻ്റെയോ അടിച്ചതിൻ്റെയോ ഒക്കെ പാടുകൾ ഉണ്ടായിരുന്നു. ചോര വാർന്ന് പല ശരീരഭാഗങ്ങളും കാണാമായിരുന്നു. മെയ് 11-ന് ശേഷം സംസാരവും ഇല്ല. ഏതാണ്ടൊക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ഈ റാഞ്ചപ്പെട്ട ഹുസൈൻ പ്രീതിൻ്റെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോഷിയാർപൂരിലെ ട്രാവൽ ഏജൻറ്റുമാർ പണം വാങ്ങി ഇറാനിലേക്ക് കൊണ്ടുപോയി. ഡങ്കി റൂട്ടുകൾക്ക് പകരം ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. കൈകെട്ടി ശരീരത്തിൽ പരിക്കുകളുണ്ട്, റാഞ്ചിയ ശേഷം കുറച്ച് നാൾ സംസാരിച്ചു, ഇതൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട്. ഹോഷിയാർപൂരിലെ ഏജൻറ്റ് ഒളിവ് ആണെന്നാണ്. ഹോഷിയാർപൂരിലെ അമൃത് പാലിൻ്റെ കുടുംബം പഞ്ചാബിലെ മന്ത്രി കുൽദീപ് സിംഗ് ധാലിവാളിനെ പോയി കണ്ടിട്ടുണ്ട് ഈ കാര്യത്തിന്. ഇനി ഇപ്പോൾ ഞാൻ ഡങ്കി റൂട്ട് എന്ന് പറഞ്ഞില്ലേ, ഡങ്കി റൂട്ട് വഴി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് ഹോഷിയാർപൂരിലെ ഏജൻറ്റ് പറ്റിച്ചതെന്ന്. അത് ഈ ഡോങ്കി എന്നുള്ളതിൻ്റെ തന്നെ പഞ്ചാബിലെ സാധാരണഗതിയിൽ പറയുന്നതാണ് ഡങ്കി റൂട്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തേക്ക് പോവുക, അവിടെ നിന്ന് ചാടുക, ഇങ്ങനെ ചാടുന്ന പോലെ. അതാണ് ഈ ഡങ്കി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അമേരിക്കയിലേക്ക്, കാനഡയിലേക്ക്, യൂറോപ്പിലേക്കൊക്കെ പഞ്ചാബിൽ നിന്ന് പല ആളുകളും വിസ ഇല്ലാതെ ഇങ്ങനെ ചാടി പോകുന്നത് തന്നെയാണ് ഈ ഡങ്കി റൂട്ടുകൾ എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് വിസ എടുക്കും, എന്നിട്ട് ടൂറിസ്റ്റ് വിസയിൽ ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്കൊക്കെ പോകും. സാധാരണ അമേരിക്കയിലേക്കൊക്കെ ഡങ്കി റൂട്ട് വഴി പോകുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട്, ഇപ്പം മെക്സിക്കോയിലും ഒക്കെ ചെന്നിട്ട്, ഒരു മലയാള സിനിമയിൽ CIA എന്നാ മറ്റു പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിരുന്നു ദുൽഖർ സൽമാൻ. അതെ, അപ്പോൾ കാട്, പുഴ, മരുഭൂമി ഒക്കെ വഴിയൊക്കെ ആയിരിക്കും യാത്ര. അങ്ങനെ മെക്സിക്കോ അതിർത്തി എത്തുക. അത് കള്ളക്കടത്തുകാരുടെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കും എത്തുന്നത്.
അപ്പോൾ ഇതുപോലെ നേരത്തെ മൻദീപ് സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ പഞ്ചാബിൽ നിന്ന് പോയ കഥ കുറേ നാൾ മുമ്പ് വന്നിരുന്നു. ഇങ്ങനെ പാമ്പുകളുടെയും മുതലകളുടെയൊക്കെ ആക്രമണം ഒക്കെ തരണം ചെയ്ത് മെക്സിക്കോ അതിർത്തിയിലെത്തി പിന്നെ തിരിച്ചു വരേണ്ടി വന്ന ഒരു മൻദീപ് സിംഗിൻ്റെ കഥയൊക്കെ വന്നിരുന്നു. ഇത് അമേരിക്കയിലേക്കൊക്കെ പോകുന്നത്. ഇതിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഹോഷിയാർ പോയറിലെ ഏജൻറ്റുമാർ തന്നെയാണോ ഈ ടെഹ്റാനിൽ കൊണ്ടുപോയിട്ട് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. ആ വീഡിയോ സന്ദേശത്തിൽ ഈ റാഞ്ചപ്പെട്ട 3 പേരും സംസാരിക്കുന്നതൊക്കെ വീഡിയോകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആളുകളുടെ ഒരു ടെൻഡൻസി കൂടി വരികയാണ്. കാരണം മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ കൂടുതൽ അനുകൂലമായ സാഹചര്യം കിട്ടും, സാമ്പത്തിക ലാഭമൊക്കെ കിട്ടുമെന്ന് പറയും. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ അധികൃതമല്ലാത്ത രീതിയിൽ പോയാൽ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിലൊക്കെ ചെന്ന് ചാടില്ലേ ഒരു പക്ഷേ? അതെ, ചതിക്കുഴിയിൽ ചാടിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നേ കുറെ പേരെ അടുത്ത കാലത്ത് ഡിപ്പോർട്ട് ചെയ്തില്ലേ, പഞ്ചാബിലേക്കല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. അതും ഡങ്കി റൂട്ടായിരുന്നു. കാരണം രേഖകളില്ലാത്തതുകൊണ്ടാണല്ലോ. അതെ, ഈ അതിർത്തി കടന്നൊക്കെ മെക്സിക്കോ അതിർത്തി വഴിയൊക്കെ, മെക്സിക്കോ അതിർത്തിയിൽ തന്നെ സാധാരണയൊക്കെ പിടിക്കും. ഇത് അതിർത്തി ഒക്കെ കടന്ന് അവിടെ എത്തിയിട്ട് പിന്നെ ഡിറ്റൻഷൻ സെന്ററുകളിൽ കൊണ്ടുപോയിട്ടിരുന്ന ആളുകളെയൊക്കെ അല്ല ഇപ്പൊ ഡിപ്പോർട്ട് ചെയ്ത്. പിന്നെ ഏതോ ഒരു ദ്വീപിലും ഒക്കെ കുറെ പേരെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വിമാനങ്ങൾ ആദ്യം വന്നു, പിന്നെ അതിന്റെ ചെലവ് ഇല്ലേ, ഒരാൾക്കുള്ള തുക തന്നെ വലിയ കൂടുതലായതുകൊണ്ട് അത്തരം വിമാനങ്ങളിലൊക്കെ കൊണ്ടിരുന്നത് അമേരിക്കയ്ക്ക് തന്നെ ചെലവ് കൂടുന്നത് കൊണ്ട് പിന്നെ ആരെ അയക്കുന്നില്ല എന്ന് ട്രംപ് തീരുമാനിച്ചു. ട്രംപ് വന്ന തുടക്കത്തിലാണല്ലോ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് ഏതോ ദ്വീപപ്രദേശങ്ങളിലൊക്കെ കൊണ്ടേ ഇടുന്നുണ്ട്. കുറെ പേര് ഗ്വാണ്ടനാമോയില്, ഗ്വാണ്ടനാമോ പണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ ആയിരുന്ന ആളുകളെ പീഡിപ്പിച്ചിരുന്ന സ്ഥലമാണ്. അവിടം വരെ കൊണ്ടിടുകയാണ്. ഗ്വാണ്ടനാമോയിൽ കുറെ ആളുകളെ കൊണ്ടിടുന്നൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു. പിന്നീട് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും വന്നില്ല. കാരണം അതിന്റെ ചെലവ് ആ രീതിയിലായിരുന്നു വിമാനത്തിന്റെ. കാരണം മുമ്പ് ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാള ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലൊക്കെ കുത്തിയിരുന്ന് സീറ്റുകളൊന്നും ഇല്ലാതെ കുത്തിയിരുന്ന് അങ്ങനെയാണല്ലോ കൊണ്ടു നടന്നിരുന്നത്. എന്നിട്ട് ഇത്തവണയും ഇതുപോലെ ഈ കള്ളക്കടത്ത് വഴി ഡങ്കി റൂട്ട് വഴിയൊക്കെ അനധികൃതമായിട്ട് വിസയൊന്നും ഇല്ലാതെ പോയ ആളുകളെ കൊണ്ടുവന്നപ്പോഴും അവരുടെ കൈ കെട്ടിയിരുന്നു അല്ലേ, കാല് കെട്ടിയിരുന്നു എന്നോ ഒക്കെ പറഞ്ഞ് മാർക്സിസ്റ്റുകള് ഇസ്ലാമിസ്റ്റുകളൊക്കെ വലിയ വിവാദമായിരുന്നു. പക്ഷെ അത് നിയമപ്രകാരം അങ്ങനെ ചെയ്യണം. നിയമപ്രകാരം അങ്ങനെയല്ലേ ചെയ്യേണ്ട, അവർ കുറ്റവാളികളാണ്. അല്ല, മാത്രമല്ല വിമാനത്തിനുള്ളിൽ അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആ കയറ്റിവിടുന്ന രാജ്യത്തിന് വരികയും ചെയ്യില്ലേ? അതെ, വല്ല കത്തെടുത്ത് കുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാല്. അവസാനം ഇപ്പോഴും ഈ അനധികൃതമായ രീതിയിൽ രാജ്യത്തിന് പുറത്തേക്ക് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ നമ്മുടെ ജീവിതം സേഫ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ തലമുറ ഇപ്പോഴും ആളുകളില്ലേ. അത് പ്രായഭേദമന്യേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കണം. ചിലപ്പോൾ ജീവൻ വരെ പണയം വെച്ചിട്ടായിരിക്കും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആളുകൾക്കൊരു ബോധവൽക്കരണം വരാത്തത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാത്തത്? ഇത് ബോധവൽക്കരണത്തിൻ്റെ സംഭവം തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാനഡ, ഈ ഓസ്ട്രേലിയ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ധാരാളം സിഖുകാർ കുടിയേറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എങ്ങനെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സിഖുകാരുടെ സഹായത്തോടു കൂടിയൊക്കെ, ഇപ്പോൾ കാനഡയൊക്കെ ആണെങ്കിൽ സിഖുകാരുടെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ തോറ്റുപോയ സിംഗിന്റെ. അപ്പോൾ അങ്ങനെ കാനഡയിൽ 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ഒക്കെ ഒരു സിഖ് പാർട്ടി തന്നെയൊക്കെ വന്നില്ലേ. നിർണായക സ്വാധീനമായിരുന്നു. മുമ്പ് കനിഷ്ക വിമാനം തട്ടിക്കൊണ്ടുപോയ റാഞ്ചികളെ തന്നെ അനധികൃതമായിട്ട് ആയുധം കൈവശം വെച്ചു എന്നുള്ള കുറ്റത്തിന് മാത്രമാണ് അവിടെ കേസെടുത്തത്. നിസാര കുറ്റം, വിമാനം റാഞ്ചിന് കേസെടുത്തില്ല. ഈ ജാതിയില് ഈ രീതിയിൽ സിഖുകാർക്ക് സ്വാധീനം വരുന്ന അല്ലേ, ട്രൂഡോയുടെ വലം കൈയായിട്ടും ഒക്കെ ഈ സിംഗ് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ യൂറോപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ന്യൂസിലൻഡ് പോലെ സ്ഥലങ്ങളിൽ ഇപ്പോ ഈ രീതികൾ കർശനമാക്കുന്നു എന്ന് ഞാൻ അടുത്ത കാലത്ത് വായിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ന്യൂസിലൻഡിൽ ഇങ്ങനെ അനധികൃതമായി എത്തിയെന്നിരിക്കട്ടെ,
അപ്പോൾ ഇന്ത്യയിലേക്ക് ഇത് ഡിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോയി പിന്നെ അവിടെ ഇപ്പോൾ ഈ റാണ വന്നില്ലേ, റാണ എന്താണ് അമേരിക്കൻ കോടതിയിൽ പറഞ്ഞത്? ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെ പീഡിപ്പിക്കും. അതെ അതെ, ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്. അപ്പം മനുഷ്യാവകാശ പ്രശ്നമുണ്ട്, പിന്നെ എൻ്റെ മതത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അയക്കരുത് എന്നാണ് തഹവൂർ റാണ അവിടെ ഏറ്റവും അവസാനം എടുത്തത്. മതത്തിൻ്റെ ഒരു നിഴലില് രക്ഷപ്പെടാൻ വന്നു. അപ്പം ഈ ന്യൂസിലൻഡിൽ നിന്ന് ഒക്കെ ഈ സിഖുകാരും ഒക്കെ പോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ന്യായം പറയാറുണ്ടെന്ന്. അവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു ഇന്ത്യയിൽ, എന്നെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ പീഡിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവിടെ നിയമങ്ങൾ കുടിയേറ്റ നിയമങ്ങളൊക്കെ വളരെ കർശനമാക്കുന്നു. ഈ അപേക്ഷിക്കുന്നവരൊക്കെ വിസയ്ക്കുമൊക്കെ അപേക്ഷിക്കുന്നവരെയൊക്കെ വളരെ കൂലങ്കഷമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇത് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യൂസിലൻഡിനെ പറ്റിയിട്ട് റിപ്പോർട്ട് വായിച്ചു. ഇങ്ങനത്തെ സ്കാൻഡിനേഷ്യൻ രാജ്യങ്ങളോ നെതർലൻഡ്സോ ഇപ്പം എല്ലായിടത്തും ഇത്തരം നിയമങ്ങൾ കർശനമാക്കുന്നുണ്ട്. അപ്പം ഇതിലും സാധാരണ പഞ്ചാബികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് ഈ ഡങ്കി റൂട്ട് എന്ന് പറയുന്നത്. ദലേർ മഹന്തി എന്ന് പറഞ്ഞിട്ടൊരു ഗായകനെ പറ്റി കേട്ടിട്ടില്ലേ പറഞ്ഞിട്ടുള്ള പാട്ട്. യുവാക്കൾ ഏറ്റുകൊണ്ട് നടന്നായിരുന്നു. ഇപ്പൊ എവിടെയാ ദലേർ മഹന്തി? അയാളെ പിടിച്ചു. അയാളെ പിടിച്ചെന്താന്ന് വെച്ചാൽ അയാൾ ഗാനമേളയുടെ കൂട്ടത്തില് അവിടെ പോയി ഇവിടെ ആളുകളെ കൊണ്ടുപോകും ഇങ്ങനെ കാശ് മേടിച്ചിട്ട്, എന്നിട്ട് അവരെ അവിടെ ഉപേക്ഷിക്കുക. എന്നെ ആ ഗാനമേള സംഘത്തിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കും. ആധുനിക മനുഷ്യക്കടത്ത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് കാണാതാവുന്ന പരിപാടി. അപ്പൊ അങ്ങനെ പല ആളുകളെ പറ്റി ആരോപണമുണ്ട്. ഇപ്പൊ കലാമണ്ഡലത്തിന്റെ ചെയർമാനായിട്ടൊരു സ്ത്രീ വന്നില്ല, മല്ലിക സാരാഭായ്, അവർക്കെതിരെ ഇങ്ങനത്തെ ഒരു സംഭവത്തില് കേസുണ്ടായിരുന്നു. ഈ നൃത്ത പരിപാടികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ നേരത്തെ കേസുണ്ടായിരുന്നതാണ്. ഇവിടെ അത് അധികം പ്രചരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കേസിൽ അവരും പെട്ടിരുന്നതാണ്. അപ്പോൾ അത് വേറൊരു തരം ഒരു മറ്റേ പാട്ടിന്റെ ഡങ്കി റൂട്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വഴിയിൽ നോക്കിയിട്ട് ഇപ്പോൾ റാഞ്ചപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. അങ്ങനെ അനധികൃതമായിട്ട് അതിർത്തിയിൽ പോയിട്ട് അവിടെ പിടിച്ചു കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. ഇത് റാഞ്ചിയതാണ്. 1 കോടി രൂപ ബന്ധി പണം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ ഏതൊരു സംഘം റാഞ്ചിയിരിക്കുന്നു ഇറാനിൽ. അപ്പോൾ അതാര് എന്നുള്ള ചോദ്യമുണ്ട്. 3 ഇന്ത്യക്കാരാണ്, വിദേശ രാജ്യമാണ്. ഇപ്പോൾ ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രേസ് ചെയ്യുന്നത് വരെ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കും വാർത്തകളിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.